സ്കൂൾ പഠനത്തിലുടപ്പനായിരുന്ന ബാക്ക് ബെഞ്ചറായിരുന്ന ഒരു കുട്ടി തടിച്ചിരുന്ന ശരീരപ്രകൃതം കൊണ്ട് കളിയാക്കലുകളും പരിഹാസങ്ങളും സ്ഥിരം അനുഭവിച്ചറിഞ്ഞ് മാർക്ക് ഷീറ്റുകളിൽ വിലയിരുത്തപ്പെട്ട പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഭാവി വിധി എഴുതിയിരുന്ന ചെറുപ്പവും വിദേശത്തും സ്വദേശത്തും മാറി മാറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി അടുത്ത സുഹൃത്തുക്കളെ സ്ഥിരതയോടെ കൂടെ നിർത്താൻ നേടിയെടുക്കാനാകാതെ ഒറ്റപ്പെട്ട് പരാജയപ്പെട്ടു പോകുമ്പോഴും ഡോക്ടർ ആകണമെന്ന സ്വപ്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ചുറ്റുമുള്ളവർക്ക് തമാശയായി തോന്നുമെന്ന ബോധ്യമുണ്ടായിട്ടും സ്വപ്നത്തിലേക്ക് ഒറ്റയ്ക്ക് വഴിവെട്ടി പേരിന് മുൻപ് ഡോക്ടർ എന്ന വാക്ക് ഉത്തരവാദിത്തം ചേർത്ത് തന്റെ ജീവിതത്തിന്റെ തിരിച്ചുവരവ് തന്നെക്കാൾ ആഗ്രഹിക്കുന്ന മറ്റാരുമില്ലെന്ന ബോധ്യത്തിലേക്ക് അയാൾ എത്തിപ്പെടുമ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്റെ അടുത്ത ദൗത്യത്തെ മുന്നിൽ കണ്ടിരുന്നു. അത് ആ മനുഷ്യന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതകൾ ഒന്ന് തന്നെയായിരുന്നു. ഹോസ്പിറ്റലിലെ നീണ്ട നൈറ്റ് ഡ്യൂട്ടികളും വീടും മാത്രമായി ഒതുങ്ങിയിരുന്ന ഒറ്റപ്പെട്ടൊരു ചെറുപ്പക്കാരന് ലോക മലയാളികൾക്കിടയിലേക്ക് അവരുടെ സ്വീകരണ മുറിയിലേക്ക് സ്വാഗതം ലഭിച്ച് അനേകം മനുഷ്യരിലേക്ക് ബിഗ് ബോസിലെ ഡോക്ടർ റോബിൻ എന്ന മത്സരാർത്ഥി പടരാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. ബിഗ് ബോസിലെ മികച്ച പ്രകടനം കൊണ്ട് സത്യസന്ധമായ ഗെയിം പ്ലാനുകൾ കൊണ്ട് അതുവരെ ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാത്ത അനേകം ആളുകൾ ആവേശത്തോടെ ആകാംക്ഷയോടെ ഓരോ എപ്പിസോഡിനു വേണ്ടിയും കാത്തിരിപ്പുകളിലേക്ക് സാധ്യത തീർത്തത് ഡോക്ടർ റോബിൻ എന്ന സാധാരണക്കാരുടെ മത്സരാർത്ഥി എന്ന യാഥാർത്ഥ്യ ബോധം കൊണ്ട് മാത്രമാണ്. ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ഡോക്ടർ റോബിൻ ജനങ്ങളുടെ മനസ്സിൽ ആ സീസണിന്റെ യഥാർത്ഥ വിജയിയായി അതേ സമയം കൊണ്ട് തന്നെ ചരിത്രത്തിലിടം പിടിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ലഭിച്ച് ബിഗ് ബോസ് എന്ന ഷോയുടെ റേറ്റിംഗുകളെല്ലാം റെക്കോർഡ് നമ്പറുകളിലേക്ക് എത്തിച്ച ഒരേ ഒരു മത്സരാർത്ഥി ഡോക്ടർ റോബിൻ തന്നെയാണെന്ന് തീർച്ചയാണ്. ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തെത്തിയ ഡോക്ടർ റോബിനെ അതേ അളവിൽ തന്നെ ജനങ്ങൾ സ്നേഹിച്ചിരുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ ആരാധകരെന്നോ ഫോളോവേഴ്സ് എന്നോ മാത്രം കാണാതെ അവർ തന്റെ ഫാമിലി തന്നെയാണെന്ന് പലപ്പോഴും ഡോക്ടർ ആവർത്തിച്ചു. ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരന്റെ സാധാരണമായ ഉയർച്ച മാസങ്ങൾ കൊണ്ടുള്ളതാണെന്ന് വലിയ അത്ഭുതം തന്നെയായിരുന്നു. കാരണം ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് അവരുടെ മനസ്സ് തന്നെയായിരുന്നു ഡോക്ടർ റോബിൻ ബിഗ് ബോസ് വീട്ടിൽ ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലചക്രം വീണ്ടും തിരിഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർക്കെതിരെ നിരവധി ആളുകൾ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. അവർക്കെല്ലാം ഡോക്ടർ റോബിൻ എന്ന മനുഷ്യൻ വളരെ പെട്ടെന്ന് നേടിയെടുത്ത ജനമനസ്സുകളിലെ സ്ഥാനം അരോചകമായി തുടങ്ങിയിരുന്നു. അത് ഡോക്ടർ റോബിൻ എന്ന പേരും പ്രശസ്തിയും എത്രയും പെട്ടെന്ന് തകർക്കണമെന്നും അത് പരിധിവിട്ട സൈബർ ആക്രമണം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന ബോധ്യവും അവർക്കുണ്ടായെന്നിരിക്കണം. ഒരു സുപ്രഭാതത്തിൽ സെലക്റ്റീവായ വീഡിയോ ശകലങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന കഥകളും മെനഞ്ഞ് അവർ അതിന് തുടക്കം കുറിക്കുന്നു. സ്റ്റേജ് ഷോകളിൽ തന്നെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ അവരുടെ ആവേശം ഇരട്ടിയാക്കാൻ, സ്നേഹം പങ്കുവയ്ക്കാൻ ഡോക്ടർ ശ്രമിക്കുമ്പോഴും അതിൽ പലതും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ കഴിയും വിധം വീഡിയോ ശകലങ്ങളായി ഇറങ്ങിക്കൊണ്ടിരുന്നു. കൂടെ നിന്ന പലരും ഏറെ പെട്ടെന്ന് ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ഡോക്ടർ റോബിൻ എന്ന പേര് അതുവരെ ഉണ്ടാക്കിയെടുത്ത ജനപിന്തുണ തകർക്കാൻ ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹെൽത്തി ട്രോളുകൾ പലപ്പോഴും ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കാറുള്ള ഡോക്ടർക്ക് പലരിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ തുടരെ നേരിടേണ്ടി വരുന്നു. തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളോട് പ്രതികരിക്കാൻ പോലും ഡോക്ടർക്ക് കഴിയാത്ത വിധം സൈബർ ആക്രമണം കടുത്തപ്പോൾ പലർക്കുമെതിരെ നിയമ നടപടികൾക്ക് വരെ അദ്ദേഹം ശ്രമിക്കുന്നു. പക്ഷേ എത്ര കാലം അവർക്ക് അസത്യങ്ങളുടെ പുകമറയിൽ കേരളത്തിലെ നല്ലവരായ ജനങ്ങളെ നിർത്താൻ കഴിയും? സത്യം ഒരു നാൾ ആ പുകമറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരുമെന്നും ഡോക്ടർക്കും അറിയാമെന്നിരിക്കണം. കാരണം ഓരോ വിഷയങ്ങളിലായി ഡോക്ടർ തന്റെ അഭിപ്രായങ്ങൾ, സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആക്രമണം നേരിട്ടപ്പോഴും കാലമെല്ലാം പുറത്തു കൊണ്ടുവന്നു. ഡോക്ടർ റോബിൻ മാസങ്ങളോളം അനുഭവിച്ച സൈബർ ആക്രമണങ്ങൾ എല്ലാം കപടമുഖം മൂടിയിട്ട പ്രത്യേക താല്പര്യങ്ങൾ മാത്രമുള്ള മനുഷ്യരുടെ നിർമ്മിതിയാണെന്ന് കാലം തെളിയിച്ചു. ഡോക്ടർ റോബിനെതിരെ പ്രത്യേക താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി സംസാരിച്ച പലരും ഇപ്പോൾ എന്തായിരുന്നു സത്യമെന്നതും അവർ എന്തിനാണ് ഡോക്ടർക്കെതിരെ തിരിഞ്ഞതെന്നും ഇപ്പോൾ പല തെളിവുകളിലൂടെ പറഞ്ഞു പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതെ, ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ഇതിനോടകം അനുഭവിച്ച ആക്രമണങ്ങളുടെ തോതിനോട് പരിഹാരമാവില്ലാതൊന്നുമെന്ന് തീർച്ചയാണ്. കാരണം യഥാർത്ഥ സ്നേഹിതർ അയാൾക്കൊപ്പം എന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാറുള്ള അവരെല്ലാം എൻ്റെ ഫാമിലിയാണെന്ന സ്നേഹവാക്കിനുള്ളിൽ അവരെപ്പോഴുമുണ്ട്. പലതും ക്ഷമയോടെ സഹിച്ച് നല്ല ഉദയത്തിനായി കപടതകൾ കെട്ടിച്ചമച്ച മനുഷ്യരുടെ അസ്തമനം നേരിൽ കണ്ട് കുറ്റബോധത്തിന്റെ വെളിപ്പെടുത്തുകൾ കണ്ട് ഡോക്ടർ റോബിൻ തന്റെ ലക്ഷ്യങ്ങളിലേക്ക്, സ്വപ്നത്തിലേക്ക് തനിക്ക് നേരെ എറിയുന്ന അസത്യങ്ങളുടെ കല്ലുകൾ നാഴികകല്ലുകളാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾ പലതും കേട്ടിട്ട് നിശബ്ദമായിരുന്നു. ഇന്ന് അതെല്ലാം നുണകളാണെന്ന് സമൂഹം മനസ്സിലാക്കുമ്പോഴും ഡോക്ടർ റോബിൻ അണിയറയിൽ ഒരു വലിയ ദൗത്യത്തെ, സ്വപ്നത്തെ, ലക്ഷ്യത്തെ വാർത്തെടുക്കുകയാണ്. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അയാളുടെ ഊഴം അടുത്തെത്തിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചില പുതിയ കഥകൾക്ക്, യാഥാർത്ഥ്യങ്ങൾക്ക് ഡോക്ടർ റോബിൻ എന്ന പേര് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അത് അയാളെ സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയ ആഘോഷമായിരിക്കും. അത് തീർച്ചയാണ്. ലിമിറ്റഡ് ടൈമിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഹാഷ്ടാഗുകൾ നേടിയെടുത്ത സെലിബ്രിറ്റി, ഗ്ലോബൽ യൂത്ത് അച്ചീവ്മെന്റ് അവാർഡ്, ഇന്ത്യൻ സ്റ്റാർ ഐക്കൺ അവാർഡ്, മാധ്യമ പുരസ്കാരമായ ബെസ്റ്റ് റിയൽ റിയാലിറ്റി ഷോ പെർഫോമർ, യൂത്ത് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ്, പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ്, UAE ഗോൾഡൻ വിസ, 1,00,000-ഓളം ഫോട്ടോകളും സെൽഫികളും എടുത്തതിന് ഏൻസ്റ്റീൻ വേൾഡ് റെക്കോർഡ്സ്,
ബ്രാൻഡ് അംബാസിഡർ ഓഫ് യാക്കബ്സ് ദ വില്ലേജ്, ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് കേരള, ദ മോസ്റ്റ് വൈബ്രന്റ് ഇൻഫ്ലുവൻസർ അവാർഡ്, നാഷണൽ ഫിലിം അവാർഡായ പോപ്പുലർ ഫ്രൈസ് ഓഫ് ദി ഇയർ അവാർഡ് ഫ്രം കേരള, കേരള ഇൻഫ്ലുവൻസേഴ്സ് അവാർഡായ പോപ്പുലർ ഫ്രൈസ് ഓഫ് ദി ഇയർ അവാർഡ്. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ അദ്ദേഹം ഇതിനോടകം നേടിയെടുത്തിരിക്കുന്നു. പരാജയങ്ങൾ കാണാൻ പരവതാനി വിരിച്ചിരിക്കുന്ന പടകൾക്ക് മുന്നിലേക്ക് പലവിധ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പതനങ്ങളെയും പടവെട്ടി പൊരുതി തോൽപ്പിച്ച് പുതിയ കഥകൾ, പുതിയ ലോകം സൃഷ്ടിക്കാൻ ഇറങ്ങിയ അയാളെ നമുക്ക് പരിമിതികളിൽ പറഞ്ഞു തീർക്കാൻ, പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. അതിരുകളില്ലാത്ത ആകാശം പോലെ തന്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം ഒന്നൊന്നായി പൂർത്തിയാക്കാൻ ഇറങ്ങുന്ന ഈ ചെറുപ്പക്കാരൻ നിശ്ചയദാർഢ്യത്തെ ആർക്ക് തടുക്കാൻ കഴിയും? ഒരൊറ്റ പേര്, ഒരുപാട് കഥകൾക്ക് ഇനിയും ഉള്ളടക്കം സൃഷ്ടിക്കുന്ന പേര്, വലിയ വിജയങ്ങൾക്ക് തേരാളിയാകുന്ന പേര്, തകർത്തെറിയാൻ തിരശ്ശീലയിൽ നിന്ന് പലവിധം അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും തിരിച്ചുവന്ന് വിജയനാഥം സൃഷ്ടിച്ച പേര്, ഒരൊറ്റ പേര്, അടങ്ങാത്ത ആവേശത്തിന്റെ അനായാസം എന്ന് വിധിയെഴുതിയവർക്ക് മുന്നിൽ അത്ഭുതങ്ങളിലേക്ക് തിരിതെളിയിച്ച പേര്, വൺ ആൻഡ് ഓൺലി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ.